ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഒരു വിഷു സ്പെഷ്യൽ ക്രാഫ്റ്റാണ് കേട്ടോ. അതോടൊപ്പം തന്നെ ഒരു ഹോം ഡെക്കോറും കൂടിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് വേസ്റ്റ് മെറ്റീരിയൽസാണ്. കേക്ക് ബോർഡും അതുപോലെ തന്നെ പിസ്ത ഷെല്ലും ഉണ്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടായിരിക്കും നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന്. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മളൊരു കേക്ക് ബോർഡാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിന് പകരം കാർഡ്ബോർഡ് പീസ് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. കുറച്ചും കൂടി വലിപ്പമുള്ളത് കിട്ടുകയാണെങ്കിൽ അതാണ് നല്ലത്. അപ്പോൾ ഞാൻ ഈ കേക്ക് ബോർഡിൻ്റെ 4 സൈഡും മാസ്കിംഗ് ടേപ്പ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചിട്ടുണ്ട്. കാരണം മറ്റൊന്നല്ല, ഇത് കുറച്ച് പഴയൊരു കേക്ക് ബോർഡായിരുന്നു. അതുകൊണ്ട് തന്നെ 4 സൈഡും ആകെ പൊളിഞ്ഞ് പോരാറായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ചത് കേട്ടോ. ഇനി നമുക്ക് ഇത് മൊത്തം ബ്ലാക്ക് പെയിൻ്റ് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾ പിസ്ത ഷെല്ല് വെച്ചിട്ട് ബോട്ടിൽ കുറേ കണിക്കൊന്ന ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഈ കാർഡ് ബോർഡിലാണ് പിസ്ത ഷെല്ല് കൊണ്ട് കണിക്കൊന്ന ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയിട്ടുണ്ട് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ കാർഡ് ബോർഡ് പീസ് കുറച്ച് വലിപ്പം കുറഞ്ഞ കാരണം നമ്മൾ ഈ ഒരു ആംഗിളിലാണ് ഇത് ഒട്ടിച്ചെടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിത് ഒട്ടിച്ചെടുക്കാം. ഞാനിവിടെ ഗ്ലൂഗൺ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സാധാരണ ഫെവിക്കോൾ യൂസ് ചെയ്ത് നമുക്ക് ഒട്ടിക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്കിത് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ലെമൺ യെല്ലോ ആണ് ഞാൻ യൂസ് ചെയ്യുന്ന ഷെയ്ഡ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം ഒരു കോട്ട് വൈറ്റ് പെയിൻറ്റ് അടിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഈ ലെമൺ യെല്ലോ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒന്നും കൂടിയും ഒരു പെർഫെക്ഷൻ കിട്ടും. ഇതാണെങ്കിലും നമ്മളൊരു 2 കോട്ട് അടിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും കേട്ടോ. ഇനി ഇതിൻ്റെ തണ്ടും ബാക്കിയുള്ള ഭാഗമൊക്കെ നമ്മൾ പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് വരയ്ക്കുന്നത്. ആക്രിലിക് പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നമുക്കിതൊന്ന് വരച്ചെടുക്കാം. ഇനി ഈ കണിക്കൊന്നയുടെ സെൻറ്ററിൽ കുറച്ച് ഭാഗം ഉണ്ടാവില്ലേ, ഒരു ചെറിയ ഇങ്ങനെ തണ്ട് പോലെ, അത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ നമ്മൾ ഫ്ലവർ മേക്കിങ്ങിന് യൂസ് ചെയ്യുന്ന വയേഴ്സിലെ അതാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ ഗ്ലൂഗൺ യൂസ് ചെയ്ത് ഇവിടെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് അതിൽ നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാ ഫിനിഷിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മനോഹരമായ വിഷു ക്രാഫ്റ്റ്. നമുക്ക് നല്ലൊരു വോൾ ഡെക്കറായിട്ട് ഇത് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് മാറ്റങ്ങളൊക്കെ ഇതിൽ വരുത്തിയിട്ടുണ്ട്. കുറച്ചും കൂടിയും പിസ്താഷെല്ലാം അവിടെ ഇവിടെയായിട്ട് ഞാൻ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മുകളിൽ വരച്ച തണ്ടിൻ്റെയും ഇലയുടെയൊക്കെ ഒന്ന് ഞാൻ കുറച്ച് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. എളുപ്പമാണ് ചെയ്യാനായിട്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ ക്രാഫ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാം കേട്ടോ.